5 മിനിറ്റിനുള്ളിൽ ഡെലിവറി നടത്തിയില്ലെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ പൊറോട്ട ഡയറക്ടർ സാറേ, ഫൈറ്റ് സ്റ്റാർട്ട് ആവുമ്പോ നമ്മുടെ ഹീറോ ബൈക്ക് സ്പീഡിൽ വരും. പ്ലീസ്, അർജന്റ് ഡെലിവറിയാ. ജോലി പോകുന്ന കേസ്. പ്ലീസ് 2 മിനിറ്റ്. ഇതൊന്ന് കൊടുത്തോട്ടെ. 2 മിനിറ്റ് പോലെ. പ്ലീസ് 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 കാന്തമ്മ. സർ, ഓൺ ടൈം ഡെലിവറി സർ. താങ്ക് യു സർ. ഏയ്, ഇതാരാ തന്റെ ഗേൾഫ്രണ്ട്? ഇവക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ടോ? അവൾ ആകെ ചൂടിലാണല്ലോ. അതിലും വലിയ ചൂടാണ് പിസയുടെ ഓണർ. എടുത്തകത്ത് വെക്കും. ഹലോ സർ, ഡെലിവറി കഴിഞ്ഞല്ലോ. ഓക്കെ സർ. ഇത് കാന്തമ്മയുടേതാണല്ലോ. It's beautiful. അന്യരുടെ മുതല് പാമ്പിനെ പോലെയാണെങ്കിൽ കാന്തമ്മയുടെ കമ്മല് പെരുമ്പാമ്പിനെ പോലെ എനിക്ക്. ഇതാ പിടിച്ചോ. എന്താ ടോയ് വാങ്ങ? ഇത് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ. കാന്തമ്മ 400 രൂപ. എടോ, ഇത് താൻ പൊട്ടിച്ചല്ലേ? ഇതിന്റെ തലയിലാവൂ. സർ, ഇത് ഞാനല്ല, ആ പെണ്ണ് പൊട്ടിച്ചിട്ട് പോയതാ. അതൊന്നും എനിക്കറിയണ്ട. 400 രൂപ അടച്ചിട്ട് പോകാൻ നോക്ക്. എന്താ സാർ ഇത്? ഫുട്പാത്തിൽ ചെന്ന 4 രൂപയ്ക്ക് 4 എണ്ണം കിട്ടുമല്ലോ. അങ്ങനെയാണ് താൻ അവിടെ പോയി കുറെ എണ്ണം വാങ്ങിച്ച് അങ്ങോട്ട് മാറി ഇന്ന് പൊട്ടിച്ച് കളിക്കും. അത് നിങ്ങൾ ചെയ്താൽ മതി. എനിക്ക് വേറെ ജോലിയുണ്ട്. ക്യാഷ് തരുന്നോ അതോ പോലീസിനെ വിളിക്കണം? അവരെ വിളിച്ച് അവരിതിന്റെ പൈസ കൊണ്ട് തരും. സാർ, പൈസ ഇല്ലാത്തോണ്ടാണ് സാർ. ഹലോ, ആ ബില്ല് ഞാൻ അടച്ചോളാം. നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട്. എന്നെ സമയത്തിന് സാർ രക്ഷിച്ചല്ലോ. അതിരിക്കട്ടെ, സാർ ആരാ? എന്നെ അറിയില്ലേ? ഫൈറ്റ് മാസ്റ്റർ ജീവിയാണ് ഞാൻ. എടോ, താനല്ലേ ഇന്ന് ട്രാഫിക്കിലൂടെ ബൈക്ക് സ്പീഡിൽ റേസ് ചെയ്തത്? താങ്ക് യു സാർ. സിനിമയിൽ അഭിനയിക്കാമോ? സാർ, സഡൻലി ഇത്ര പെട്ടെന്നോ? സിനിമയിലോ? ഹീറോ ഒക്കെ ആയിട്ട്? എടോ, ഹീറോ ആയിട്ടല്ല, ഡ്യൂപ്പ്. അതേടോ, എന്റെ സിനിമയിൽ ഒരു ബൈക്ക് എപ്പിസോഡ് ഉണ്ട്. അതിൽ അഭിനയിച്ച 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിത്തരാം. ലക്ഷം? അതേന്നെ, തനിക്ക് നല്ല ടാലന്റ് ഉണ്ട്, അത് ഉപയോഗിക്കടോ. ഇതാ എന്റെ കാർഡ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൊക്കേഷനിലേക്ക് വാ. ഓക്കെ ഓക്കെ സാർ. ഓ, ആക്ഷൻ! എടാ, ഞാൻ നിന്നോട് പറഞ്ഞത് ഇവിടെ നിർത്താനാണോ? താൻ ചെയ്യണ്ടടാ. മാസ്റ്റർ, ഇത് വലിയ പാടാ. ഹേയ്, നീ വല്ലാതെ തടിച്ചു പോയതുകൊണ്ടാണ്. അത്ര കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾ വേണം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഡയറക്ടർ സാറേ, ഇതാ ഞാൻ പറഞ്ഞ പയ്യൻ. ഓക്കെ. ഹലോ സാർ. ആ ബണ്ണി, വേഗം ഷോട്ടിന് റെഡിയാവും. ഓക്കെ സാർ. താങ്ക് യു മാസ്റ്റർ. സൂപ്പർ ആയിട്ടുണ്ട്, സൂപ്പർ. മാസ്റ്റർ, ആ പറഞ്ഞ ക്യാഷ് കൃത്യമായിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഉടനെ തരാന്ന്. അത് മതി. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ലതേ, ആ കാണുന്ന ബിൽഡിങ്ങിന്റെ മുകളിൽ ചെയ്യുന്നത് ഈ ബിൽഡിംഗിൽ ഇറങ്ങണം. എന്താ പറഞ്ഞേ? ആ കാണുന്ന ബിൽഡിങ്ങിന്റെ 10ാമത്തെ നിലയിൽ നിന്ന് ചാടി ഈ ബിൽഡിംഗിൽ ലാൻഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ കാശ് എങ്ങനെ തരും സാർ?
നീ താഴെ എത്തിയ ഉടനെ നന്നേക്കാം. അതിന് ഞാൻ താഴേക്ക് വന്നാലല്ലേ ബൈക്ക് വരും. പക്ഷെ ഞാനിങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. യു ആർ ഫണ്ണി. നോ സർ, ഐ ആം ബണ്ണി, വെരി സീരിയസ്. സർ, ജമ്പ് ജയിച്ച് എന്റെ ജീവിതം കട്ട പുകയൊക്കെ നോക്കല്ലേ. ഏയ് ദീപ ഒരു സെക്കൻഡ് ഫോൺ തന്നെ. താങ്ക് യു. സാർ, മോളുടെ ഫോൺ. ഹലോ. അച്ഛാ, മധുവാ. ക്ലാസ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. വീട്ടിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവും. അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഫോൺ ചെയ്തത്. ഇതിനൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്യുന്ന എന്തിനാ? ശരി ശരി. ഓക്കെ അച്ഛാ. അവൾക്ക് എന്തോ എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്ന്. ശരി സാർ. അതെന്താണെന്ന് അന്വേഷിക്കുക. ആയിക്കോട്ടെ സാർ. അവന്റെ പെർഫോമൻസ് കൊള്ളാല്ലേ? താങ്ക്സ്. എന്താടി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഞാൻ കരുതിയത് ബോയ് ഫ്രണ്ടിനെ വിളിക്കാണെന്നാ. എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. എന്തിനാടി ഇത്ര ചൂടാവുന്നത്? ബോയ് ഫ്രണ്ട് ഉള്ളത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമായി. എപ്പോഴും പഠിത്തം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അതിനിടയിൽ ചൂണ്ടയിടാൻ ഇവക്ക് എവിടുന്ന സമയം? അതേടി, എനിക്ക് പ്രേമത്തെയും കല്യാണത്തെക്കാളും എന്റെ പഠിത്തമാണ് മുഖ്യം. അതുകൊണ്ടാണോ? അത് മാത്രമല്ല, എന്റെ അച്ഛനാണെങ്കിൽ വലിയ ജാതിഭ്രാന്തനാ. ഞാൻ ആരെങ്കിലും പ്രേമിക്കുന്ന കാര്യം അറിയുകയാണെങ്കിൽ എന്റെ പഠിപ്പ് നിർത്തിയിട്ട് എന്നെ കല്യാണം കഴിച്ചയക്കും. ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയരുത്. ഓക്കെ, പ്ലീസ്. ഹായ്, ഐ ആം ശിൽപ ഫ്രം GMTV. ഈ എപ്പിസോഡിൽ നമ്മൾ യൂത്ത് ഒപ്പീനിയനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. ഹലോ സർ. ഹായ്, എന്താണ് പ്രശ്നം? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന പാട്ട് ലൈവിൽ വെച്ച് തരും. അങ്ങനെയാണോ? എന്നാ ചോദിച്ചോ. നിങ്ങളുടെ പേര്? ബണ്ണി. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, അനിയൻ, അനിയത്തി, അപ്പൂപ്പൻ, അമ്മൂമ്മ ഇവരാരുമില്ല. ആരുമില്ല. അപ്പൊ അനാഥനാ? അതെന്താ നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ പറയുന്നത്? പിന്നെ നെഞ്ചത്തടിച്ച് നിലവിളിക്കണോ ഞാൻ? എന്റെ അച്ഛനമ്മയ്ക്കൊന്നും എന്നെ വേണ്ടാത്തോണ്ട് അവരാരാണെന്ന് ഞാനും തിരക്കിയിട്ടില്ല. എനിക്കതിൽ പ്രോബ്ലം ഇല്ല. കാരണം എല്ലാവരും എന്റെ ആൾക്കാരാണ്. വൗ. നെക്സ്റ്റ്, ലവിനെ പറ്റിയുള്ള ഒപ്പീനിയൻ അത് പോട്ടെ. ആണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താ അഭിപ്രായം? മനസ്സിൽ വേറെ ഉദ്ദേശം വെച്ചുകൊണ്ട് കൈ ഇങ്ങനെ നീട്ടി ലെറ്റ് ബി ഫ്രണ്ട്സ് നമ്മൾ ചെയ്യിക്കാൻ കൊടുക്കുന്ന ചിലരുണ്ട്. അത്രയും കളത്തരം വേറെയില്ല. ആ മാതിരി ഫ്രണ്ട്ഷിപ്പിനോട് എനിക്ക് താല്പര്യമില്ല. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് വല്ല മെസ്സേജ് കൊടുക്കാനുണ്ടോ? ഫ്രണ്ട് ഒരു ശത്രുവിന് കൊടുക്കാം. ഏയ് കാന്തമ്മ, നീ അവിടെ എന്തെടുക്കാറി? വെറും 400 രൂപയ്ക്ക് നീ എന്നെ ഒറ്റിക്കൊടുത്തില്ലേ? ഇല്ല, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നീ കുത്തിയിരുന്ന് പഠിക്കുന്ന ഡോക്ടർ പഠിത്തം പാതി വഴിക്ക് നിന്ന് പോകൂടി. നിനക്ക് ഇഷ്ടമില്ലാത്തതിന്റെ കൂടെ നിന്റെ കല്യാണം നടക്കൂടി. നിന്നെ കെട്ടുന്നവ എന്നും വെള്ളടിച്ചു വന്ന് നിന്നെ തല്ലി 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 നിന്റെ പല്ലടിച്ച് താടിയിടോടി. നിനക്കൊരു തറ അമ്മായമ്മയും ഒരു ലോഡ് രാക്ഷസ പിള്ളേരുണ്ടാവൂടി. അവരെല്ലാവരും കൂടി നിന്നെ കടിച്ച് 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 കയറി കൊല്ലൂടി. നീ മധു, ഇത്രയും കാലം നീ കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ വെറുതെ ആയല്ലോ. ഇതിനെല്ലാം കാരണം ആ ലെറ്ററാ. അതവളുടെ ബുക്കിൽ വെച്ചവൻ ആരായാലും അവൻ എന്റെ കയ്യിലെങ്ങാനൊന്ന് കിട്ടിയിരുന്നെങ്കി. ഡോക്ടർ അമ്മമാരെന്താ ഒരു ഗൂഢാലോചന? എടി പൊന്നമ്മേ മാറ്. തങ്കമ്മേ, അരെ ശാന്തമ്മ സിംഗേ. എടോ കാന്തമ്മേ, ഇന്നലെ മിസ്റ്റേക്ക് പറ്റി ഒരു ലെറ്റർ തന്റെ ബുക്കിൽ ആയിക്കോട്ടെ. അത് തനിക്കുള്ളതല്ല, ശാന്തിക്ക. അങ്ങ് കൊടുത്തേക്ക്. വിജയ് തന്നാ താങ്ക്സ്. ഇങ്ങനെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവുന്നത്? ആരെങ്കിലും ഒരാൾ പറ. എങ്ങനെയാ പറയേണ്ടത്? എന്റെ ജീവിതം നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഈ കല്യാണം നടന്ന നീ എന്റെ ശവമായിരിക്കും പിന്നെ കാണുന്നത്. അപ്പോഴേ നിനക്ക് മനസ്സിലാവും നീ എത്ര വലിയ തെറ്റാ ചെയ്തത്. ഇങ്ങനെയൊക്കെ ആവുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഐ എം റിയലി വെരി സോറി. ഞാൻ അറിയാതെ ചെയ്തു പോയത് തെറ്റാണെങ്കിലും തനിക്ക് വേണ്ടി ഞാൻ ഇതിന് പ്രായശ്ചിത്തം ചെയ്യും. ഇറ്റ്സ് എ പ്രോമിസ്. അളിയ ബണ്ണി, ടെൻഷൻ അടിക്കാതെ. കല്യാണം നടത്താനാ പാട്, മുടക്കാൻ ഒരു പാടുമില്ല. അതിരിക്കട്ടെ, പയ്യനാരാണെന്ന് പറ. ഏതോ ഒരു DCP അരവിന്ദ്. DCP അരവിന്ദോ? വേണ്ടടാ, അയാൾ ഇടിയിൽ PhD എടുത്തവനാ. എന്താളിയാ, നീ കോളേജ് പിള്ളേർ ഇടിച്ച പോലെ ഇത് അത്ര ഈസി ആണെന്നാണോ? ആ DCPക്ക് തോക്ക് വെറും പേന പോലെ, അറിയോ? എടാ അളിയ,
സൂപ്പർ ഐഡിയ ഉണ്ട്. ആ DCP ഗേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും വൃത്തിയിടാൻ. വേണ്ട, ഇനി നിങ്ങളുടെ ആരുടെ ഐഡിയ ഒന്നും ആവശ്യമില്ല. ഹലോ സർ, DCP അരവിന്ദാണോ സർ? യാ സ്പീക്കിംഗ്. സർ, എന്റെ പേര് ബണ്ണിന്നാ. സർ, എനിക്ക് സാറിനെ ഒന്ന് പേഴ്സണലായിട്ട് കാണണം. എടാ അളിയ, നീ പോയി എന്താ പറയാൻ പോകുന്നത്? എന്താ പറയണമെന്ന് അറിയില്ല. എങ്ങനെ കല്യാണം മുടക്കിയേ പറ്റൂ, അത് മാത്രമേ അറിയൂ. വിജയ, എന്താ അളിയ? ഞാൻ ട്രൈ ചെയ്യുന്നത് നടന്നില്ലെങ്കിൽ ഡൗട്ടേ വേണ്ട, ഡെഡ് ബോഡിയാ. നീ പേടിക്കാടാ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഈ പറഞ്ഞ എന്റെ കാര്യമല്ലടാ, പിന്നെ നിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാം നീയായിട്ട് വരക്ക് വെച്ചല്ലേ. ഞാൻ വരട്ടെ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. സാർക്ക് ആ, പോയി. ശരി സർ. അളിയ, കുഴപ്പമുണ്ടെങ്കിൽ മിസ് കോൾ അടിക്കണേ. ഓടി രക്ഷപ്പെടാനായിരിക്കും. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എവിടെ അവന്മാര്? നിന്നെയൊക്കെ ശരിയാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ മാറ്. സർ, ഞാൻ ഫോൺ ചെയ്തില്ലേ? വാട്ട് ഫോൺ? ഇന്നലെ ഒരു പേഴ്സണൽ കാര്യം പറയണമെന്ന് പറഞ്ഞ്. ഓ ബന്നി. സിറ്റ് സിറ്റ്. താങ്ക് യു സർ. വാട്ട്സ് ദ മാറ്റർ? സർ, സർ, അത് മധുമതിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. യെസ് ഓഫ് കോഴ്സ്, ഞാൻ തന്നെ. എന്താ കാര്യം? സർ, അതെ കം ഓൺ മാൻ, ടൈം പോകുന്നു. സർ, സർ, ഈ മാരേജ് നടന്നുകൂടാ സർ. വാട്ട്? എന്താ എന്താ പറഞ്ഞേ? വൈ? കമോൺ കമോൺ ടെൽ മീ. എന്താ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? കമോൺ കമോൺ. എന്റെ കല്യാണം മുടക്കാൻ വന്നാണോ? യു വാണ്ട് ടു സ്റ്റോപ്പ് മൈ മാരേജ്? നോ നോ. നീ എന്തിനാ അങ്ങനെ പറയുന്നത്? വൈ ഡിഡ് യു ടെൽ മീ ദാറ്റ്? ഏയ്, അതിനെന്തെങ്കിലും കാരണമില്ല നീ പറയില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പറയണ കാരണം ഉണ്ടെങ്കിൽ അത് പറയാൻ നീ പറയുന്നു. അതോ അത് ഞാനും മധുമതിയും കുറെ നാളായിട്ട് പ്രേമത്തിലാണ് സർ. I will kill you. കല്യാണം കഴിക്കാൻ What the hell are you talking? ഇനി ഞാൻ പ്രേമിക്കില്ല സർ. ധൈര്യമാണ് നിനക്ക്. I will kill you. സർ, പ്ലീസ്. ഇനി ഞാൻ പ്രേമിക്കില്ല സർ. ഞാൻ പ്രേമിക്കില്ല സർ. പ്ലീസ്, പ്രോമിസ് സർ. പ്ലീസ് സർ, പ്ലീസ് സർ, പ്ലീസ്. നിന്റെ ജോലി എന്താ? വാട്ട്? പിസ്സ ഡെലിവറി. പിസ്സ ഡെലിവറി ബോയ്? ഷിറ്റ് ഷിറ്റ്. ആ പെണ്ണിന്റെ റേഞ്ച് എന്താണെന്ന് എനിക്കറിയോ? യു നോ മൈ സ്റ്റാറ്റസ്. അവളെ ഞാൻ മഹാറാണി ആക്കൂടാ ഞാൻ. എന്നാ നീയോ? ഷിറ്റ് ഷിറ്റ്. ലുക്ക്, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നാലും അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നുള്ളൂ. നിനക്ക് എന്ത് ചെയ്യാമെങ്കിലും ചെയ്തോ. ഞാൻ പൊക്കോളാം സർ. സാർ അവളെ തന്നെ കല്യാണം കഴിച്ചോ. പക്ഷെ നിങ്ങളുടെ കല്യാണം നടക്കുന്ന ആ നിമിഷം തന്നെ എന്റെ മധുമതി സങ്കടം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തിരിക്കും. നോക്കിക്കോ സാർ. അവള് പോയ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. അവള് പോയിടത്തേക്ക് ഞാനും പോവും സാർ. പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. അല്ലെങ്കിൽ സാറ് കണ്ടോ? അടുത്ത ഡെലിവറിക്ക് സമയമായി. പോവാം. അല്ല അളിയ, ഇത് വർക്കൗട്ട് ആവൂ? പിന്നെ ആ DCP നമ്മുടെ പെർഫോമൻസിൽ ഫ്ലാറ്റ് ആയില്ലടാ. നിങ്ങൾ തമ്മിൽ പ്രേമിക്കുന്ന കാര്യം ആ DCPയോട് പറഞ്ഞൊക്കെ ശരി, ആ കാര്യം ആ പെണ്ണിനോട് പറഞ്ഞ? അവളോട് എന്തിനാടാ പറയുന്നത്? ഒരുപക്ഷെ DCP അത് ആ പെണ്ണിനോട് ചോദിച്ചാ? എന്റെ ഈശ്വര, ഇന്നാ DCPയുടെ കൈക്ക് ജോലിയാവുമല്ലോ. എക്സ്ക്യൂസ് മീ, ഇവിടെ മധുമതി തേർഡ് ഇയർ. ഒരു സെക്കൻഡ് വിളിക്കാമോ? സാറ് വുഡ് ബി, അങ്ങനെ പറയൂ. ഓക്കെ സാർ.
സാർ യൂണിവേഴ്സിറ്റി കോളേജിൽ നമ്മൾ ഗംഭീര അടി സാർ. രണ്ടുപേരും സ്പോട്ടിൽ തീർന്നു പോയി സാർ. സാർ പെട്ടെന്ന് വരണം, എന്തെങ്കിലും ചെയ്യണം. ഹലോ ഹലോ സാർ, വേഗം വരണം സാർ, വേഗം വേഗം വരണം. നാളെ മുതൽ ഞാൻ കോളേജിൽ വരില്ല. കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാവുന്നല്ലേ ഉള്ളൂ. അതിന് അയാൾക്ക് സമ്മതമില്ലെന്ന്. മധുമതി, കുട്ടിയെ കാണാൻ വേണ്ടി ആരോ വന്നിരിക്കുന്നു. ആരാ? ഉഡ്പിയാണെന്നാ പറഞ്ഞത്. ഇവനോ? നീ എന്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണോ അങ്ങനെ പറയുന്നത്? പിന്നെ എന്താ നീ പറഞ്ഞത്? നമ്മൾ രണ്ടുപേരും ലവേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞോളൂ. നമ്മൾ തമ്മിൽ ലവ് ആണെന്ന് പറഞ്ഞോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അയ്യോ, ആ DCP ആയിട്ട് രണ്ടുപേരും തട്ടും. അപ്പോ ആ DCPയോട് നീ പറഞ്ഞോ? അയാളോട് പറയാതിരുന്ന എങ്ങനെയാ? ഞാൻ അങ്ങനെ പറഞ്ഞതേ DCPയോടാ. DCPയോടോ? എടാ വെന്റലേ, അയാളോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ? എടോ, ആ കല്യാണം മുടക്കാൻ വേണ്ടി വേറൊരു വഴിയില്ലാത്തോണ്ടാ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. ആ DCP ഒന്ന് ചോദിച്ചാലും താൻ അങ്ങനെ പറയാവൂ പ്ലീസ്. നിന്നെ ഞാൻ പ്രേമിക്കുന്നു പറയാനോ? നോ, ഇംപോസിബിൾ. എടോ, അങ്ങനെ പറഞ്ഞാൽ തന്റെ കല്യാണം നടക്കില്ല. താൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ DCP എന്നെ കൊന്നുകളയും. അതുകൊണ്ടാ പ്ലീസ്. വേറെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ പ്രേമിക്കുന്നു മാത്രം ഞാൻ പറയില്ല. പ്ലീസ്, അല്ലെങ്കിൽ DCP എന്നെ. ആർക്കാതൊരു ധൈര്യം? എന്നെ വിളിച്ച് കള്ളം പറഞ്ഞാണെന്നോ? ഷിറ്റ്, അവൻ ആരാണെന്ന് വേഗം അന്വേഷിക്ക്. ഐ ഹാവ് സം പേഴ്സണൽ വർക്ക്. നീ ഇവനെ പ്രേമിക്കുന്നുണ്ടോ? പറയാൻ. എത്ര നാളായി? 5 വർഷമായി. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചൂടെ? പഠിത്തം പൂർത്തിയാക്കിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. എന്നോട് നേരത്തെ പറയായിരുന്നല്ലോ. എന്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയില്ലേ? എന്ത് സ്വപ്നങ്ങളാ ഞാൻ കണ്ടെന്നറിയോ? നിനക്ക് വേണ്ടി കാഞ്ചീപുരത്തുനിന്ന് 100 പട്ടുസാരിയാ ഞാൻ വാങ്ങിയത്. സാർ, വേണമെങ്കിൽ പട്ടുസാരി മുഴുവൻ ഞാൻ വിദ്യാഭ്യാസം. ഇക്കാര്യം നിന്റെ അച്ഛനറിയാമോ? അയ്യോ സാർ, അദ്ദേഹത്തോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാർ ഒരു ജെന്റിൽമാൻ ആയതുകൊണ്ട് സാറിനോട് ആരോടാ പറഞ്ഞ ഞാൻ ജെന്റിൽമാൻ ആണെന്ന്? ഐ ആം നോട്ട് എ ജെന്റിൽമാൻ. 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 ഞാൻ ജെന്റിൽമാനെ അല്ല. ഐ ആം നോട്ട് എ ജെന്റിൽമാൻ. ഐ ആം നോട്ട് എ ജെന്റിൽമാൻ. ഐ ആം നോട്ട് എ ജെന്റിൽമാൻ. മധു, അന്ന് കണ്ട ലെറ്റർ എനിക്കുള്ളതായിരുന്നു എന്ന് ഞാൻ എന്റെ ഡാഡിയോട് പറയട്ടെടി. ഇനി എന്ത് പറഞ്ഞിട്ടെന്താ? എന്റെ പേടിയല്ല DCP വന്ന് എന്റെ അച്ഛനോട് ഇതൊക്കെ പറയൂ എന്നുള്ളതാ. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്നെ കുറിച്ച് അവൻ എന്താ വിചാരിച്ചേ? എന്റെ തല കുനിപ്പിച്ചു കളഞ്ഞില്ലേ അവൻ? അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. സാർഗിനെ വിഷമിച്ചാൽ എങ്ങനെ വിഷമിക്കാതിരിക്കും? എനിക്കുണ്ടായ അവമാനം എത്രത്തോളമാണെന്ന് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ലടാ. എന്ത് പറ്റിയടാ? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ആ DCP തെണ്ടി പറയുക അവനിപ്പോ ഉടനെ കല്യാണം വേണ്ടെന്ന്. കാര്യം എന്താടാ? ആർക്കറിയാം? എത്രയൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞു തുളയ്ക്കണ്ടേ അവൻ? അച്ഛൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? അന്ന് കണ്ട ആ ലെറ്റർ എനിക്കാരും തന്നതല്ല. ഇവളുടെ ബോയ് ഫ്രണ്ട് ഇവൾക്ക് എഴുതി കൊടുത്തതാ. അതെ അങ്കിൾ, ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാ ആ ബുക്സ് എന്റെ ആണെന്ന്. മേലാൽ എന്റെ മോളോട് മിണ്ടിപ്പോകരുത്. അച്ഛാ, ഏതായാലും കല്യാണം മുടങ്ങിപ്പോയില്ലേ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് അച്ഛന് മനസ്സിലായല്ലോ. നാളെ മുതൽ ഞാൻ കോളേജിൽ പോയിക്കോട്ടെ അച്ഛാ, പ്ലീസ്.